ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നൊയമ്പ് സമയമായതുകൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുത്താൽ കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം. നൊയമ്പ് ആചരിക്കുന്നവർക്കും വെജിറ്റേറിയൻസിനും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ബസ്മതി റൈസ് ചേർക്കുക. ബസ്മതി റൈസ് അല്ലെങ്കിൽ സാധാരണ പച്ചരിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ബസ്മതി റൈസ് ആണെങ്കിലും സാധാരണ പച്ചരി ആണെങ്കിലും നല്ലതുപോലെ ഇത് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കഴുകി എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് തിരുമ്മി കഴുകി എടുത്തിട്ട് വരാം. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നികയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുതിർത്തി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അരി ചേർത്തതിന് ശേഷം തിളച്ച് തുടങ്ങുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങിയതിന് ശേഷം 10 മിനിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. മൂടി വയ്ക്കാതെ തുറന്ന് വെച്ച് വേണം വേവിക്കാനായിട്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി ഈ ചോറിൽ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ വെന്ത ചോറ് വെള്ളത്തോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ കുടഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 150 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഡൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. പനീർ പൊടിയാതെ ഈ മസാല ഒന്ന് പുരട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടും ഇത് പുരട്ടിയെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. മുട്ട കഴിക്കുന്നവരാണെങ്കിൽ പനീറിന് പകരം മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി പനീറെല്ലാം ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഈ പനീർ ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവും, കല്ലിച്ച് പോവും. ഇപ്പോൾ പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ചേർക്കാം. 2 ഏലക്കയും 2 കരയാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുത്ത് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് പൊടിയായി അരിഞ്ഞത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പൊടിയായി അരിഞ്ഞ 1/2 കപ്പ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒത്തിരി അങ്ങോട്ട് വെജിറ്റബിൾസ് വെന്ത് പോകരുത്. 1 മിനിറ്റ് പോലും നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളൊക്കെ ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇനിയും ഒന്നുകൂടി കുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ വേവിച്ചിട്ട് ചോറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വെജിറ്റബിളിൻ്റെ നിറവും മാറും, ടേസ്റ്റും ഉണ്ടാവില്ല. ചോറ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, വെജിറ്റബിളിനും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കാം. കുരുമുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. വെജ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ പനീർ ചേർത്തത്, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറ് വേവിച്ച വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ചൂടാക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റൈസൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കൊതിപ്പിക്കുന്ന മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് തൂവി കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ ഫ്രൈഡ് റൈസിന് നല്ല മണവും രുചിയുമാണ് കേട്ടോ. അതുപോലെ നമ്മൾ ക്യാപ്സിക്കം ചേർത്താൽ ഒരു പ്രത്യേക രുചിയും മണവുമാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം, ബീൻസ്, ഇതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ വെജിറ്റബിൾ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഫ്രൈഡ് റൈസ് നമുക്ക് വെറുതെ പപ്പടം അല്ലെങ്കിൽ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. തൈര് ചേർത്തുണ്ടാക്കുന്ന സവാള സാലഡ് ഉപയോഗിച്ചും കഴിക്കാം. അതുപോലെ മയണൈസ് ചേർത്തും ടൊമാറ്റോ സോസൊക്കെ ചേർത്തും കഴിക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ കൂട്ടിയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നോയമ്പ് കാലം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് അണിയനും ചേർത്ത് അലങ്കരിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതുമായ ഈ ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.